അടുത്തത് വരുന്നതാണ് ടൈപ്പ് കൺവേർഷൻസ്. ടൈപ്പ് കൺവേർഷൻസ് എന്ന് പറയുമ്പോൾ എന്താ? അതായത് നമ്മൾ ഡേറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് പഠിച്ചല്ലേ? ടൈപ്പ് മോഡിഫയേഴ്സിൽ എന്താ ചെയ്തത്? നമ്മൾ അതിൻ്റെ സൈസിലും റേഞ്ച്, പ്രിസിഷൻ അതിലൊരു മോഡിഫിക്കേഷൻ വരുത്തി, ഒരു ഓൾട്രേഷൻ കൊടുത്തിട്ടാണ് ചെയ്തത്. ഇവിടെ വരുമ്പോൾ എന്താ? ടൈപ്പ് കൺവേർഷൻ ആണ്. അതായത് നമ്മളതിനെ കൺവേർട്ട് ചെയ്യാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് വൺ ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻടു അനദർ. കണ്ടോ, ഒരു ഡേറ്റ ടൈപ്പിനെ മറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് രണ്ട് രീതിയിലുണ്ട്, ഇംപ്ലിസിറ്റും ഉണ്ട്, എക്സ്പ്ലിസിറ്റും ഉണ്ട്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ, നമ്മുടെ കമ്പൈലർ തന്നെ ചെയ്യുന്നതാണ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ, അതായത് നമ്മൾ പ്രോഗ്രാമേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നോക്കിക്കേ. ദിസ് ടൈപ്പ് ഓഫ് കൺവേർഷൻ ഈസ് ഡൺ ബൈ ദ C++ കമ്പൈലർ. ആരാണ്? നമ്മുടെ കമ്പൈലർ ആണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, then here the conversion is always from lower to higher. ലോവറിൽ നിന്ന് ഹയറിലേക്കായിരിക്കും ഇവിടെ കൺവേർഷൻസ് സംഭവിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫ്ലോട്ടിൽ നിന്ന് ഡബിളിലേക്ക് മാറ്റുകയാണ്. ഫ്ലോട്ട് ആണ് ചെറുത്, ഡബിൾ ആയിരിക്കും വലുത് അല്ലേ? അപ്പോൾ ഫ്ലോട്ടിൽ നിന്ന് ഡബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത്തരത്തിലുള്ളതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനിൽ വരിക. പിന്നെ ഇതിനെ നമ്മൾ ടൈപ്പ് പ്രൊമോഷൻ എന്ന് കൂടി വിളിക്കും. സിമ്പിൾ ആണല്ലേ? അതായത് നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവുകയാണ്. അപ്പം നമുക്കൊരു ജോബിലൊക്കെ പ്രൊമോഷൻ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചെറിയൊരു പൊസിഷനിൽ നിന്ന് വലിയൊരു പൊസിഷനിലേക്ക് കയറി വരുന്നതിനല്ലേ നമ്മൾ ആ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് തന്നെ ആലോചിക്കുക. ലോവർ ടു ഹയർ ടൈപ്പ് ആണ് കൺവേർഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ടൈപ്പ് പ്രൊമോഷൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ജസ്റ്റ് കമ്പൈലർ ആണ് യൂസ് ചെയ്യുന്നത്, കമ്പൈലർ ആണ് ഇതിനെ ചേഞ്ച് ചെയ്യുന്നത്. ലോവർ ടു ഹയറിലേക്കാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് നമുക്ക് വിളിക്കാം. ദെൻ എക്സ്പ്ലിസിറ്റ് വരുമ്പോഴേക്കും മാനുവൽ ആണ്. അതായത് ഈ ഒരു കൺവേർഷൻ നടത്തുന്നത് ആരാ? നമ്മൾ പ്രോഗ്രാമർ ആയിരിക്കും ഇതിന്റെ കൺവേർഷൻ നടത്തുന്നത്. ഓക്കെ, ദിസ് ഈസ് ഡൺ ബൈ സ്പെസിഫൈങ് ദി ഡേറ്റ ടൈപ്പ് വിത്തിൻ പാരാന്തസിസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഓപ്പറാൻഡ്. അതായത് ഓപ്പറാൻഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ട്, പാരാന്തസിസിന്റെ ഉള്ളിലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യും ഏത് ഡേറ്റ ടൈപ്പിലേക്കാണ് മാറ്റേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് പി എന്ന് പറയുന്ന ഒരു ഓപ്പറാൻഡ് ഇതിനെ നമുക്ക് മാറ്റണം, ഫ്ലോട്ടിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? ഇതിന്റെ ലെഫ്റ്റ് സൈഡില് ബ്രാക്കറ്റിലായിട്ട് നമ്മൾ ഫ്ലോട്ട് ഇടുക. അതായത് പി എന്ന് പറയുന്നതിനെ ഫ്ലോട്ടിലേക്ക് മാറ്റണം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ടൈപ്പ് കാസ്റ്റിംഗ്. മനസ്സിലായി? ഇതിനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വിളിക്കും. ഇംപ്ലിസിറ്റിന് എന്താ വിളിക്കുന്നത്? ടൈപ്പ് പ്രൊമോഷൻ. ഓക്കെ അല്ലേ? അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ലല്ലോ. ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി ഇൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മളൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോഴേക്കും അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷന്റെ ഡേറ്റ ടൈപ്പും നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പും ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് data type of the variable at LHS is higher than that of the variable or expression at RHS. അതായത് LHS-ൽ വലുതും ഡേറ്റ ടൈപ്പ് വലുതും RHS-ൽ ചെറുതുമായിട്ട് വരുന്നൊരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ ഹയർ? LHS ഹയർ, RHS ചെറുതും. ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കാം. നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഇൻറ്റ് A = 5, B = 2. ഓക്കെ, എന്താണ്? അതായത് A = 5 എന്ന് പറയുന്നത്, B = 2 എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലോട്ട് പിയും ക്യൂവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പി എന്ന് പറയുന്നത് ബി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ബീനെ നമ്മൾ എന്ത് ചെയ്തു? ഫ്ലോട്ട് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. ബി എന്തായിരുന്നു? ഇന്റ് ആയിരുന്നു. ഇന്റിനെ നമ്മൾ എന്ത് ചെയ്തു? പി = ബി എന്ന് എഴുതുമ്പോൾ പി എന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ്. അപ്പൊ ബീനെ നമ്മൾ ഫ്ലോട്ട് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. ഇനി അപ്പൊ നമുക്ക് ഇവിടെ ബീനെ ഫ്ലോട്ട് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഇപ്പൊ വാല്യൂ എന്താ വരിക? 2.0 എന്ന് എഴുതണം. കാരണം 2 എന്ന് എഴുതുന്നത് ഇന്റ് ആണ്. അതിനെ പി ആയിട്ട് പ്രൊമോട്ട് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ഫ്ലോട്ട് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എഴുതേണ്ട വാല്യൂ ഫ്ലോട്ടിലായിരിക്കണം. അപ്പൊ 2.0 എന്ന് നമുക്ക് എഴുതാം. 2നെ 2.0 എന്ന് എഴുതുമ്പോൾ ഫ്ലോട്ട് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് Q = A/P എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എനെയും എന്ത് ചെയ്തു? നമ്മൾ ഫ്ലോട്ട് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ആൻസർ വരുമ്പോഴേക്കും 5/2 എന്നുള്ളത് ആൻസർ 2.5 ആയിട്ട് തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ഇൻറ്റീജർ വാല്യൂവിൽ തന്നെയാണെങ്കിൽ നമ്മൾ ആൻസർ എന്ത് എഴുതും? 2 എഴുതുള്ളൂ, 0.5 നമ്മൾ എടുക്കില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? നമ്മുടെ ബീനെ നമ്മൾ ഫ്ലോട്ട് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ എനെയും നമ്മൾ ഫ്ലോട്ട് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വാല്യൂ ഫ്ലോട്ടിലായിരിക്കും വരും. ക്ലിയർ അല്ലേ? ഇനി അതേസമയം നേരെ തിരിച്ചാണെന്ന് വിചാരിക്കും. അതായത് നമ്മുടെ LHS ചെറുതും RHS വലുതുമാണെന്ന് വിചാരിക്കാം. LHS വേരിയബിൾ ഈസ് സ്മോളർ ദാൻ RHS.
അങ്ങനെ വരുമ്പോഴേക്കും എന്താ സംഭവിക്കുക, ഇവിടെ ഫ്ലോട്ട് a ഈക്വൽ ടു 2.6 തന്നിട്ടുണ്ട്, ഇൻറ്റ് പിയും ക്യൂവും തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്നത് a ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക, ഇത് 2 ആയിട്ട് മാറും. 2.6 എന്നുള്ളത് ഇൻറ്റ് ആകുമ്പോഴേക്കും എന്താ 2 എടുക്കുള്ളൂ അല്ലെ. ഇനി q ഈക്വൽ ടു a ഇൻറ്റു 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, a ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.6 ഇൻറ്റു 4 എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ഇത് ഇൻറ്റാക്കി മാറ്റി അല്ലേ. ഇൻറ്റാക്കി മാറ്റുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക, 2.6 ഇൻറ്റു 4 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആൻസർ ശരിക്കും 10.4 ആണ്. പക്ഷെ നമ്മൾ ഇതിനെ ഇൻറ്റീജർ ആക്കി മാറ്റി, അപ്പം നമുക്ക് ആൻസർ 10 ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സെക്ഷൻ മൊത്തം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് നോക്കാം. നമുക്ക് എങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടതെന്നുള്ളത് ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു. എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെന്റ് എന്താണ് എഴുതേണ്ടത്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് പ്രോഗ്രാം എന്തിനാ നോക്കിക്കേ, ഫൈൻഡ് ദി സം ഓഫ് 2 ഇന്റീജർ നമ്പേഴ്സ്. 2 ഇന്റീജർ നമ്പറിന്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താ വേണമെങ്കിൽ 5 + 2 = 7 അല്ലെ. 2 ഇന്റീജർ നമ്പർ ആണ് 5 ഉം 2 എന്ന് പറയുന്നത്. നമുക്ക് 7 ആൻസർ കിട്ടി. ഇത് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കിക്കേ. നമ്മൾ എങ്ങനെ ഒരു പ്രോഗ്രാം C++ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ #include IOStream കണ്ടോ, #include IOStream using namespace std int main curly bracket open. ഇത്രയും സ്റ്റെപ്സ് എല്ലാത്തിലും സെയിം ആയിരിക്കും. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം, തെറ്റിക്കരുത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ തെറ്റിക്കരുത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, 2 ഇന്റീജർ നമ്പറിന്റെ സമ്മ് കാണാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ഇന്റീജർ നമ്പർ നമുക്ക് അവിടെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്, നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത് 2 ഇന്റീജർ നമ്പർ. അപ്പോൾ നമുക്ക് കൊടുക്കാം, ഇന്റീജർ ആയതുകൊണ്ട് ഇൻറ്റ് ഡേറ്റ ടൈപ്പ് നമ്മൾ കൊടുത്തു. എന്നിട്ട് 2 നമ്പർ ഉണ്ട്, അപ്പോൾ num1 num2 എന്ന് കൊടുത്തു. പിന്നെന്താ, സമ്മുണ്ട്. സമ്മല്ലേ നമുക്ക് കാണേണ്ടത്, അപ്പോൾ നമ്മൾ സമ്മും കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തു. എന്തൊക്കെ കൊടുത്തു, num1 num2 സം. ഇത് 3 നമ്മൾ കൊടുത്തു. 3 ഇന്റീജർ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതിയതാണ്. സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റ് num1 ഇൻറ്റ് num2 ഇൻറ്റ് സം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. 3 ഇന്റീജർ ആയതുകൊണ്ട് സെയിം ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കോമ ഇട്ട് എഴുതിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ, ഈ 2 നമ്പർ നമുക്ക് അങ്ങോട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണ്ടേ. ഏത് 2 നമ്പേഴ്സിനെയാണ് സം കാണേണ്ടത് എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം അതിന് എന്ത് ചെയ്യാം, നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവരോ ഇങ്ങോട്ട് കാണിക്കണം. നമ്മൾക്ക് കാണിച്ചു തന്നെ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് കമ്പ്യൂട്ടർ പറയണം നമ്മളോട്, എന്നാലല്ലേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, cout കൊടുക്കണം അല്ലേ. cout എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡബിൾ കോട്ട്സിൽ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റർ 2 നമ്പേഴ്സ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 2 നമ്പർ ഇൻപുട്ട് ചെയ്യണം. അപ്പം അതിന് എന്താ ചെയ്യേണ്ടത്, cin num1 then num2. ഓക്കെ, അപ്പം നമുക്ക് 2 നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. 2 നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്, പിന്നെ എന്താ ചെയ്യേണ്ടത്, സമ്മ് കാണണം അല്ലേ. സം കാണേണ്ടത് എങ്ങനെയാ, സം ഈക്വൽ ടു num1 + num2. ഓക്കെ അല്ലേ, സമ്മ് രണ്ടും കൂട്ടുക. അപ്പം നമ്മളിവിടെ കൊടുത്ത പേരുകൾ തന്നെ യൂസ് ചെയ്യാൻ, മാറ്റി കൊടുക്കരുത് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, സം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണ്ടേ. അപ്പം എന്ത് ചെയ്യണം, cout സം ഓഫ് ദി എൻറ്റേർഡ് നമ്പേഴ്സ് ഈക്വൽ ടു. ഇത്രയും നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുത്തു. എന്നാൽ ഈ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള കാര്യമാണ്. അപ്പം എന്താണ്, സം ഓഫ് ദി എൻറ്റേർഡ് നമ്പേഴ്സ് ഈക്വൽ ടു. ഇത്രയും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഈ ഈക്വൽ ടു കഴിഞ്ഞിട്ട് എന്താ കാണിക്കേണ്ടേ, സം അല്ലേ കാണിക്കേണ്ടേ. സമ്മ് നമ്മൾ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അത് നമ്മൾ ആ ഒരു ബ്രാക്കറ്റ് നമ്മൾ ആ ഒരു ആരോ കീ നമ്മൾ 2 നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം സമ്മെന്ന് കൊടുക്കുക. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യാം. അതിന് മുന്നേ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ, നമ്മൾ റിട്ടേൺ 0 കൊടുത്തു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് 2 ഇന്റീജർ നമ്പറിന്റെ സം കാണുന്ന പ്രോഗ്രാം. അപ്പം നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കണ്ടേ. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ 2 നമ്പറിന് നമ്മൾ എൻ്റർ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ 5 എൻ്റർ ചെയ്തു, 7 എൻ്റർ ചെയ്തു. അപ്പോൾ ഓൾറെഡി അവിടെ കമ്പൈലറിൽ അവിടെ നടക്കുന്നുണ്ട്, എന്ത് നടക്കുന്നുണ്ട്, സമ്മ് കാണുന്നുണ്ട്. സമ്മ് കണ്ടു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, സം ഓഫ് ദി എൻ്റേർഡ് നമ്പേഴ്സ് ഇത്രയും ഡിസ്പ്ലേ ചെയ്തിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് എന്താ ആൻസർ നമുക്ക് കിട്ടും 12. മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം, പ്രോഗ്രാം ടു ഫൈൻഡ് ദി ആവറേജ് ഓഫ് 3 CE സ്കോർസ്. അതായത് 3 മാർക്കിൻ്റെ ആവറേജ് കാണണം. നമുക്കിപ്പം ടെക്സ്റ്റ് പേപ്പറൊക്കെ ഇടുമ്പോഴേക്കും മാർക്കൊക്കെ കിട്ടും അല്ലേ. മാർക്ക് ലിസ്റ്റ് കിട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ആവറേജ് ഒക്കെ നോക്കുമല്ലോ. അപ്പോൾ 3 മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഈ 3 മാർക്കിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കിക്കേ. ഇത്രയും നമ്മുടെ സെയിം സ്റ്റെപ്പ് തന്നെ. എന്താണ്, #include IOStream
യൂസ് ഇൻ നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതെല്ലാം പക്കയാണുള്ള ആ 4 സ്റ്റെപ്പ് പക്കയായിരിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? 3 സ്കോർ, ആവറേജ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അത് നമ്മൾ ഇൻപുട്ട് ചെയ്യാം. ഇൻറ്റ് സ്കോർ 1, സ്കോർ 2, സ്കോർ 3. നിങ്ങൾക്ക് ഇൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇൻറ്റ് യൂസ് ചെയ്യാം, ഫ്ലോട്ട് വേണമെങ്കിൽ ഫ്ലോട്ടിലും കൊടുക്കാം കേട്ടോ. ഇപ്പം മാർക്ക് വേണമെങ്കിൽ 40.5 അങ്ങനെയൊക്കെ മാർക്ക് വരുവാണെങ്കിൽ നമ്മളത് ഫ്ലോട്ടിലായിരിക്കണം മെൻഷൻ ചെയ്യുക. മിസ് ഇവിടെ ജസ്റ്റ് ഇൻറ്റിൽ കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, ആവറേജ് വരുമ്പോൾ നമുക്ക് എന്തായാലും ഫ്ലോട്ടിൽ കൊടുക്കണം, കാരണം പോയിന്റ് വാല്യൂസ് വരും. അപ്പോൾ ഫ്ലോട്ട് എന്ത് ചെയ്തു? ആവറേജ് എന്ത് ചെയ്തു? ഫ്ലോട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്തു, ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷൻ കഴിഞ്ഞു. ഇനി എന്താ? 3 മാർക്ക് നമുക്ക് എൻ്റർ ചെയ്യണ്ടേ? അപ്പോൾ എൻ്റർ ചെയ്യാൻ പറഞ്ഞൊരു മെസ്സേജ് കാണിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്തു? സി ഔട്ടിൽ നമ്മൾ കേർലി ബ്രാക്കറ്റിൽ എൻ്റർ 3 CE സ്കോർസ് എന്ന് കൊടുത്തു. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി എന്നിട്ട് എന്താണ് അവിടെ പെർഫോം ചെയ്യേണ്ടത്? എന്താണ്? 3 സ്കോർ നമുക്ക് അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? CIN കൊടുക്കണം. CIN സ്കോർ 1, സ്കോർ 2, സ്കോർ 3. കണ്ടോ, കാസ്കേഡിങ് ഐ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ? അപ്പോൾ എന്തായിരുന്നു? 3 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം ഒരുമിച്ച് എഴുതാന്ന് പറഞ്ഞു. അതിന്റെ ആപ്ലിക്കേഷൻ വന്നത് കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? നമുക്ക് ആവറേജ് കാണണ്ടേ? ആവറേജ് ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആവറേജ് കാണാനുള്ള ഫോർമുല ചെയ്താൽ എങ്ങനെയാണ്? 3 സ്കോർസും തമ്മിൽ കൂട്ടുക. അപ്പോൾ എന്താ? സ്കോർ 1 പ്ലസ് സ്കോർ 2 പ്ലസ് സ്കോർ 3. അപ്പോൾ അത് കൂട്ടി കഴിഞ്ഞിട്ടല്ലേ ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പോൾ നമ്മളത് ബ്രാക്കറ്റിൽ കൊടുക്കുക. ഡിവൈഡഡ് ബൈ നമ്മൾ ഫ്ലോട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് 3.0. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ എന്താ? സി ഔട്ട് ആവറേജ് CE സ്കോർ ഈസ് അത്രയും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവറേജ് ഇവിടെ കൊടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്തു, റിട്ടേൺ 0, ദെൻ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് ഔട്ട്പുട്ട് നോക്കിക്കേ. എൻ്റർ 3 CE സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തത് 19, 12, 17 ഇങ്ങനെ 3 സ്കോറാണ്. ഔട്ട് ഓഫ് 20 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ആവറേജ് സ്കോർ എത്ര കിട്ടി? 16 എന്ന് കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു 2 പ്രോഗ്രാംസ് സിമ്പിൾ അല്ലേ? രണ്ടും സെയിം ആണല്ലോ ഏകദേശം. അതായത് സ്ട്രക്ചർ ഏകദേശമൊക്കെ സെയിം ആണ്. നമ്മൾ എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് ചേഞ്ചസ് അതിൽ വരുത്തിയാൽ മതി. ഓക്കെ, അടുത്ത പ്രോഗ്രാം എന്താ നോക്കിക്കേ. പ്രോഗ്രാം ടു കൺവേർട്ട് ടെമ്പറേച്ചർ ഫ്രം സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചില പ്രോഗ്രാംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഓക്കെ, അതിൽ വരുന്നത് ഒന്നാണ് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ചോദിക്കുക ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മളെങ്ങനെ മെഷർ ചെയ്യുന്നത്? ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ടെമ്പറേച്ചർ പറയാം. അതുകൂടാതെ നമുക്ക് ഫാരൻഹീറ്റിൽ കൂടി പറയും. അപ്പോൾ ഈ ഒരു ഡിഗ്രി സെൽഷ്യസിനുള്ളത് ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനുള്ള പ്രോഗ്രാമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. ഫസ്റ്റത്തെ 4 ലൈൻ എന്താണ്? 4 സ്റ്റെപ്പ് വരുന്നത് സെയിം ആണല്ലേ? ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം കൊടുത്തു, യൂസ് ഇൻ നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അത്രയും പക്ക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് സെൽഷ്യസിലുള്ള വാല്യൂ അതുപോലെ ഫാരൻഹീറ്റിലുള്ള വാല്യൂ നമുക്ക് വരും അല്ലേ? അപ്പോൾ അത് രണ്ടും നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇത് ഫ്ലോട്ടിലാണ്, കാരണം ഡിഗ്രി എന്ന് പറയുമ്പോഴേക്കും പോയിന്റ് വാല്യൂ വരും അല്ലേ? അപ്പോൾ നമ്മൾ ഫ്ലോട്ടിൽ സെൽഷ്യസും കൊടുത്തു, ഫാരൻഹീറ്റും കൊടുത്തു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ? നമുക്ക് ടെമ്പറേച്ചർ സെൽഷ്യസിലുള്ളത് അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യണം. നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതിനെല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സി ഔട്ടിൽ എൻ്റർ ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഔട്ട്പുട്ടിൽ നമ്മളപ്പോൾ ഒരു ടെമ്പറേച്ചർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? CN സെൽഷ്യസ് എന്ന് കൊടുക്കാം. നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സാധനം അവരെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു, സി ഔട്ടിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു, CN അത് അക്സെപ്റ്റ് ചെയ്തു. ദെൻ ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്ന ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കാം. കാണാപ്പാടം പഠിക്കുമെങ്കിൽ കാണാപ്പാടം, എങ്ങനെയാണെന്ന് വെച്ചാലും പ്രശ്നമില്ല. ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം, കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. ഈ ഒരു സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ഫിബൊനാച്ചി സീരീസ്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. മിസ് അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് അതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഫാരൻഹീറ്റ് ആയിട്ട് നമുക്ക് സെൽഷ്യസിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1.8 ഇൻറ്റു സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ എത്രയാണോ അത് പ്ലസ് 32. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ 32 ആണെന്ന് വിചാരിക്കുക. 32 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കൊടുത്ത ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാന്ന് പറഞ്ഞാൽ 1.8 ഇൻറ്റു 32 പ്ലസ് 32. ഓക്കെ, ഈ 32 തന്നെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നതാണ്. നമുക്ക് വേറൊരെണ്ണം കൊടുക്കാം. ഇപ്പം 18 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. അപ്പം അതിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 1.8 ഇൻറ്റു 18 പ്ലസ് 32.
ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. നമ്മളിപ്പം ഓരോ സ്ക്വയറിൻ്റെ ഏരിയ, സർക്കിളിൻ്റെ പെരിമീറ്റർ, സർക്കിളിൻ്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ലേ ചെറുപ്പത്തിലേക്ക്? അതുപോലെ തന്നെ ജസ്റ്റ് ഫാരൻഹീറ്റ്, സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ള ഇക്വേഷനാണ്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ കൊടുത്തു. നമ്മൾ സെൽഷ്യസ് എന്നാണ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ സെൽഷ്യസ് എന്നും ഇവിടെ ഫാരൻഹീറ്റ് എന്നും നമ്മൾ കൊടുത്തത്. അപ്പോൾ സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യൂ? സെൽഷ്യസ് കൊടുത്തു. അതായത് നമുക്ക് ഏതാണോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അത് അവിടെ നമ്മൾ ആദ്യം കൊടുത്തു. എന്നിട്ട് ഡിഗ്രി സെൽഷ്യസ്, അതായത് ഏത് വാല്യൂ ആണോ ആ വാല്യൂ ഇവിടെ വരും. ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു എന്ത് പ്രിന്റ് ചെയ്യണം? ഫാരൻഹീറ്റിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ ഫാരൻഹീറ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഡബിൾ കോട്ടിൽ എന്ത് കൊടുത്തു? ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് കൊടുത്തു. റിട്ടേൺ 0 കൊടുത്തത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയാ നോക്കിക്കേ? എൻ്റർ ദി ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് എന്ന് പറഞ്ഞു. ഞാൻ 37 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ ഓൾറെഡി ആ ഒരു സംഭവം, ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു ഓപ്പറേഷൻ നടക്കും. എന്ത്? 1.8 × 37 പ്ലസ് 32 അല്ലേ? 1.8 × 37 പ്ലസ് 32 ഇത് നടക്കും. ഓക്കെ, ഇത് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ എന്ത് പ്രിന്റ് ചെയ്യും? 37 എന്ന് പ്രിന്റ് ചെയ്യും അല്ലേ? നോക്കിക്കേ, ഇവിടെ നമ്മൾ സെൽഷ്യസ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സെൽഷ്യസ് ഇവിടെ കൊടുത്തു. 9 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ അതാണ് ഈ കൊടുത്തിരിക്കുന്നത് 98.59998 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത്രയും നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു 3 പ്രോഗ്രാമേ ജസ്റ്റ് ഇപ്പോൾ നോക്കിയിട്ടുള്ളൂ. ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് തന്നെ പ്രോഗ്രാംസ്, നമുക്ക് തന്നെ ക്വസ്റ്റ്യൻസ് എഴുതി നമുക്ക് തന്നെ പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്ത് നോക്കാം, റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആയി. നമ്മളൊരു 2-3 പ്രോഗ്രാം ഒക്കെ ചെയ്ത് നോക്കിയാൽ അല്ലേ? അതിന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പഠിച്ചതാണല്ലേ. എന്താണ് സ്ട്രക്ചർ? എങ്ങനെയാണ് വരുന്നത്? ഹാഷ് ഇൻക്ലൂഡ്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഹെഡർ ഫയലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് IOStream കൊടുത്തിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഹെഡർ ഫയൽ എന്ന് മെൻഷൻ ചെയ്യാം. അതിന് താഴെ യൂസിങ് നെയിം സ്പേസ് ഐഡന്റിഫയർ എന്താണോ അത് കൊടുക്കുക. ദെൻ ഇൻറ്റ് മെയിൻ കൊടുക്കുക, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സ്റ്റേറ്റ്മെന്റ്സ് ആണ് അത് കഴിഞ്ഞിട്ട് എഴുതുന്നത്. ദെൻ ലാസ്റ്റ് റിട്ടേൺ 0 കൊടുത്ത് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അടുത്ത എന്താ? എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് ടൈപ്പ് കൺവേർഷൻ. ഇതൊക്കെയായിരുന്നു നമ്മൾ ലാസ്റ്റ് പഠിച്ചത് അല്ലേ? ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. അത് രണ്ടും എന്താണെന്നുള്ളത് പറയാം. ദെൻ മൾട്ടിലൈൻ കമന്റ്സ് സ്റ്റാർട്ട്സ് വിത്ത് ആൻഡ് എൻഡ്സ് വിത്ത് ഡാഷ്. എങ്ങനെയായിരുന്നു മൾട്ടിലൈൻ? ഒരു സ്ലാഷ് ഇടുക, സ്റ്റാർ കൊടുക്കുക, എന്താന്ന് വെച്ചാൽ എഴുതുക, അത് എൻഡ് ചെയ്യുമ്പം അഗെയിൻ സ്റ്റാർ കൊടുത്ത് സ്ലാഷ് കൊടുക്കുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റോൾ ഓഫ് കീവേഡ് കോൺസ്റ്റ്? എന്തിനാണ് കോൺസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റ് എന്ന് പറയുന്ന keyword use in it's an access modifier. Okay, then comments are a useful and an easy way to enhance readability and understandability of a program. Justify this statement with examples. എന്താണ് കമൻസ്? നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ എഴുതുന്ന കോഡിൽ നമുക്കിപ്പോൾ കൺഫ്യൂഷൻ വരികയാണ്. ഇപ്പോൾ നമ്മളൊരു കോഡ് എഴുതി, ഈ കോഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തിനാണ് ഇതിവിടെ കൊടുത്തത്? അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറാൻ എന്ത് ചെയ്യുക? നമുക്ക് സൈഡിൽ കമൻ്റ് ആയിട്ട് അത് എന്തിനാണെന്നുള്ളത് കൊടുക്കാം അല്ലേ? അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് കമൻറ്റ് കൊടുക്കാൻ പറ്റും? നമുക്ക് സിംഗിൾ ലൈൻ കമൻറ്റ്സ് ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ എഴുതുന്നത് സിംഗിൾ ലൈൻ കമൻറ്റ്. അതുപോലെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇങ്ങനെ കൊടുത്ത് നമ്മൾ എഴുതുമ്പം അത് മൾട്ടി ലൈൻ കമൻറ്റുമാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഫോളോയിങ് കോഡ് സെഗ്മെന്റ്സ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നേരെ പ്രോഗ്രാം എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിഗ്രി സെൽഷ്യസിന് ഫാരൻഹീറ്റ് ഒക്കെ ആക്കിയ പോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കോഡ് തന്നിട്ട് അതിൽ എറർ തിരുത്താൻ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നോക്കിക്കേ, ഇൻക്ലൂഡ് IOStream. കുഴപ്പമൊന്നുമില്ല അല്ലേ? കറക്റ്റാണ്. യൂസിങ് നെയിം സ്പേസ്. എന്താ പറ്റിയേ? ഇവിടെ ഐഡന്റിഫയർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? നെയിം സ്പേസ് കഴിഞ്ഞിട്ട് STD കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യാൻ. ഓക്കെ, ദെൻ അടുത്ത എന്താ? ഇൻറ്റ് മെയിൻ. ഇൻറ്റ് മെയിൻ എഴുതിയപ്പോഴേക്കും M ക്യാപിറ്റൽ അല്ലേ? നമുക്കത് സ്മോൾ ലെറ്റർ ആണ് വേണ്ടത്. അതായത് ഇൻറ്റ് മെയിൻ എന്ന് കൊടുക്കുക. ഓക്കെ, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ? ഇൻറ്റ് A, B. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ അത് എൻ്റെ ആയോ ആ ഒരു സ്റ്റേറ്റ്മെന്റ്? ഇല്ല അല്ലേ? സെമിക്കോളൻ ഇട്ടിട്ടില്ല. അപ്പം നമുക്കിവിടെ സെമിക്കോളൻ ഇട്ട് കൊടുക്കണം. ദെൻ CN എഴുതിയിട്ട് ആ ആരോക്ക് കറക്റ്റ് ആണോ നോക്കിക്കേ കൊടുത്തിരിക്കുന്നത്. CN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ചെയ്യാനാണ്. അപ്പം എപ്പോഴും ഓർക്കുക, ഇൻപുട്ട് ചെയ്യാന്ന് പറയുമ്പോഴേക്ക് ഉള്ളിലേക്ക് ഇൻപുട്ട് ചെയ്യല്ലേ. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്കാണ് എഴുതേണ്ടത്. അതായത് CN എന്ന് എഴുതിയിട്ട് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ,
എ കൊടുത്തു, അത് കഴിഞ്ഞ് ബി കൊടുത്തു. ഇവരിത് എൻഡ് ചെയ്തോ? ഇല്ല അല്ലേ, സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്തിട്ടുണ്ടായില്ല. സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തതോ? ഇവിടെയും അതുപോലെ തന്നെ മാത്സ് അവർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ എന്ത് ചെയ്തിട്ടില്ല? എൻഡ് ചെയ്തിട്ടില്ല. അപ്പം മാത്സ് ഈക്വൽ ടു എ മോഡ് ബി, അത് എൻഡ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു വേറെ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായോ? എയും ബിയും അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ മാത്സ് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല അല്ലേ. അപ്പൊ നമുക്ക് മാത്സ് അതിന്റെ മേളിൽ ഡിക്ലെയർ ചെയ്യണം. അതായത് എൻ്റെയും ബിന്റെ കൂടെ തന്നെ നമുക്ക് എന്തുകൂടെ കൊടുക്കണം? മാത്സ് കൂടി കൊടുക്കണം. ഓക്കെ, ദെൻ അതൊന്നില്ലെങ്കിൽ അതിന്റെ ഒപ്പം കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻറ്റിലല്ല നമുക്ക് ഫ്ലോട്ടിൽ കൊടുക്കാം. ഫ്ലോട്ട് വേണമെന്നില്ല, റിമൈൻഡർ ആണല്ലേ, സോറി റിമൈൻഡർ ആയതുകൊണ്ട് നമുക്ക് ഇൻറ്റിൽ തന്നെ കൊടുക്കാം. ഇൻറ്റ് മാത്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ബി കഴിഞ്ഞിട്ട് കോമ ഇട്ട് മാത്സ് എന്ന് കൊടുത്താലും മതി. പിന്നെന്താ? സി ഔട്ട്. സി ഔട്ട് എഴുതിയപ്പോൾ നോക്കിക്കേ, സി ഔട്ട് എഴുതിയപ്പോഴേക്കും തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സി ഔട്ട് എങ്ങനെ എഴുതണ്ടേ? സി ഔട്ട് കൊടുക്കുക, ഇങ്ങോട്ടാണ് ഔട്ട്പുട്ടാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ ആരോ കൊടുക്കുക, മാത്സ് കൊടുക്കുക, ദെൻ എൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് കൊടുക്കണം? റിട്ടേൺ 0 കൊടുക്കണം. റിട്ടേൺ 0 കൊടുത്തിട്ട് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ എറർ തിരുത്താനായിട്ട് വരും. അപ്പൊ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് മിസ്റ്റേക്ക്. ഒരു സെമിക്കോളൻ പോയാൽ പോലും അവിടെ മിസ്റ്റേക്ക് വരും. പിന്നെ കോമൺ ആയിട്ട് ഈ ഒരു സീനിന്റെയും സി ഔട്ടിന്റെയും ഓപ്പറേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. അതും ശ്രദ്ധിക്കാം. സി ഇൻ എന്ന് പറയുമ്പോഴേക്കും ഇൻപുട്ട് ആണ്, അപ്പൊ ഉള്ളിലേക്ക്. ഓക്കെ, സി ഔട്ട് എന്ന് പറയുമ്പോഴേക്കും അത് പുറത്തേക്ക്. അത് ആലോചിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കംപ്ലീറ്റ് ആയി അല്ലേ, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മൾ പ്രോഗ്രാം നോക്കി, ക്വസ്റ്റ്യൻസ് നോക്കി. എന്തൊക്കെയായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? നമ്മൾ നേരത്തെ പഠിച്ച 5th ചാപ്റ്ററിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയായിരുന്നു. അതിൽ പഠിച്ച കുറേ ടോപ്പിക്സ് തന്നെ നമ്മൾ ഇതിൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അതുകൂടാതെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് പഠിച്ചു, അതുപോലെ ടൈപ്പ് കൺവേർഷൻസ് പഠിച്ചു, അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഏറ്റവും മെയിനായിട്ട് എന്താ പഠിച്ചത്? സ്ട്രക്ചർ ഓഫ് C++ എന്താന്ന് പഠിച്ചത് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. അത് ബേസ് ചെയ്തിട്ട് അപ്പോൾ ഓരോ പ്രോഗ്രാംസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ. അപ്പോൾ എടുത്തതെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്ത് നോക്കിയാലേ അത് ക്ലിയർ ആവുള്ളൂ. നിങ്ങൾ കൂടുതൽ പ്രോഗ്രാംസ് എഴുതി നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എക്സാം പോയിന്റ് ഗൈഡ് റെഫർ ചെയ്യുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒത്തിരി പ്രോഗ്രാംസ് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓരോന്നും എടുത്ത് തന്നെ കോഡ് എഴുതി നോക്കുക, ചെക്ക് ചെയ്യുക എഴുതിയത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.